ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കുർത്തയ്ക്കും ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നിക്സിൻ്റെ ഒരു ലിപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റുമാണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. എൻ്റെ വിരൽ വെച്ചിട്ട് ഞാൻ ലിപ്പ് ബാം അല്ലെങ്കിൽ ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ചുണ്ടിലുള്ള ആ ഒരു ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം എൻ്റെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലേയുടെ ഒരു ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വിത്ത് SPF ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്രീമുമാണ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീനായിട്ടും മോയ്സ്ചറൈസറായിട്ടും എല്ലാം ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എൻ്റെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ലെയേഴ്സും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ട്യൂട്ടോറിയൽസിലൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണെങ്കിൽ ഒരു 2 മിനിറ്റ് അതൊന്ന് സെറ്റ് ആവാനായിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൈമർ ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ടീ സോണിലായിട്ട് മെയിനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനിലോട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു CC ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ലാക്മിൻ്റെ 9 to 5 റേഞ്ചിലുള്ള CC ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് എൻ്റെ ഫേസിൽ മൊത്തം എൻ്റെ വിരലുകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ ഞാൻ ഒരൊറ്റ ഐഷാഡോ പാലറ്റ് കൊണ്ട് തന്നെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രൗൺ കളറിലെ ഐഷാഡോ എടുത്തിട്ട് ഞാൻ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണ്. എൻ്റെ നോസ് നന്നായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ നോക്കി, എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിരലുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ നോസ് നന്നായിട്ട് കോണ്ടോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ചീക്ക് ബോൺസിൻ്റെ ഏരിയയിലും നന്നായിട്ട് കോണ്ടോർ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സെയിം ഐഷാഡോ പാലറ്റിലുള്ള ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചീക്ക് ബോൺസും കോണ്ടോർ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഐഷാഡോ പാലറ്റ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അടിപൊളി ഐഷാഡോ പാലറ്റാണ് കേട്ടോ. നമുക്ക് മൾട്ടി പർപ്പസിന് പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ്. ഇനി ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാം ബ്ലഷായിട്ട് യൂസ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രിക്സ്, ഈ സെയിം ലിപ് ബാം യൂസ് ചെയ്തിട്ടുള്ള പല ട്രിക്കുകൾ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാൻ നിങ്ങളത് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഓൾറെഡി ഒരു ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റായിട്ട് ഇരിക്കണം തോന്നുന്ന ഏരിയാസിലെല്ലാം ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയുവാണ്. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം, പ്രത്യേകിച്ച് ഞാൻ ടീ സോണാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നല്ല മാറ്റായിട്ട് ഇരുന്നോളൂ. ഇനി നമ്മൾ ബ്രൗസ് ഫില്ല് ചെയ്യുകയാണ്. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ കിറ്റാണ് എടുത്തിരിക്കുന്നത് ഇന്ന് എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലൈറ്റായിട്ട് ആ ഒരു ഗ്യാപ്പൊക്കെയുള്ള ഏരിയാസിൽ മാത്രം ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ പിരികൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ളൊരു പിരികം കിട്ടും. അങ്ങനെ ഭയങ്കര എഴുതി വെച്ചൊരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഐ മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. ഞാൻ സെയിം ഐഷാഡോ പാലറ്റിൽ ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ് എടുത്തിട്ട് എൻ്റെ ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കണ്ണിൽ ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, കണ്ണൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കോണ്ടോർ ചെയ്ത സെയിം ഷെയ്ഡാണ് അതെൻ്റെ ഐലിഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്ത ആ ഒരു ഷെയ്ഡും ഐലിഡിൽ അപ്ലൈ ചെയ്ത ആ ഡീപ്പ് ബ്രൗൺ കളർ ഷെയ്ഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കാജൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. കാജലിനായിട്ട് ഞാൻ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വാട്ടർ ലൈനിൽ നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂട്ടിപ്പ് എടുക്കുക, എന്നിട്ട് ആ ഒരു ഡീപ്പ് ബ്രൗൺ കളറിലെ ഷെയ്ഡ് നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മുകളിൽ ഇട്ട സെയിം ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ താഴെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യുവാണ്. ജസ്റ്റ് നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് പോകുന്നേ ഉള്ളൂ, അധികം കട്ടിയാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 to 3 കോട്ട്സ് ഓഫ് മസ്കാര ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ആ ഒരു ഐഷാഡോ പാലറ്റിലൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ബ്രൗ ബോൺസിൻ്റെ ഏരിയാസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഹൈലൈറ്ററായിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. നമുക്ക് എവിടെയൊക്കെയാണോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആ ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്യണം. അതായത് എൻ്റെ നോസിൻ്റെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ക്യൂപ്പിഡ് ഏരിയാസിലും അതേപോലെ തന്നെ ചീക്ക് ബോൺസിലും ഒക്കെ ഞാൻ ഈ ഒരു ഹൈലൈറ്റർ, അതായത് സെയിം ഐഷാഡോ പാലറ്റിലെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് അത് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നൈക്കയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഷെയ്ഡ് വന്നിട്ട് മദ്രാസ് കാപ്പിയാണ്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ ലിപ് ഷെയ്ഡും ആണ് കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതോടെ ഏകദേശം നമ്മുടെ മേക്കപ്പ് ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ കോളർ ബോണും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു നെക്ക് ഉള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളർ ബോൺ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിപ്പോഴായിട്ട് ശ്രദ്ധിച്ചത് എൻ്റെ ഫേസും അതേപോലെ നെക്കിനും 2 കളറായിട്ട് തോന്നുന്നുണ്ട്. അത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ നിഴലടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പൊട്ടും കൂടെ തൊട്ടു. ഒരു നാടൻ ലുക്കല്ലേ, അപ്പോൾ ഒരു പൊട്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നി. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ ചുരിദാറിനും കുർത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നാടനായിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലായിരുന്നു. നമുക്ക് ഓണത്തിനൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.